അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കൂടിക്കാഴ്ചയിൽ നമ്മൾ പി എൻ അബ്ദുൽ ലത്തീഫ് മദനിയുടെ ഹജ്ജ് അനുഭവങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടത്. ഏതാനും ചില തുടർച്ചകൾ കൂടി നമുക്ക് സംസാരിക്കാനുണ്ട് ഇൻഷാ അല്ലാ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വർഷം രാജാവിൻ്റെ പ്രത്യേക അതിഥിയായി ഹജ്ജിന് പങ്കെടുക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. വളരെ കൂടുതൽ കാര്യങ്ങൾ സാധാരണ മറ്റു ഹജ്ജുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം സൗദി ഭരണകൂടം ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചു. ഏറ്റവും പ്രധാനമായി സെക്യൂരിറ്റിയെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായി സംസാരിച്ചത്. അവിടുത്തെ പോലീസും പട്ടാളവും ഒക്കെ ഒരുമിച്ച് ചേർന്ന് ആ ഭരണകൂടം നിർവഹിച്ചിട്ടുള്ള മഹാദൗത്യത്തെപ്പറ്റി ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ അല്ലാ റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി നമുക്ക് പി എൻ അബ്ദുൽ ലത്തീഫ് മദനിയോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. സർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഹജ്ജിന് വേണ്ടി പോയത് രാജാവിൻ്റെ അതിഥിയായിട്ടാണ് പുറപ്പെട്ടത്. സാധാരണ പോകുന്ന ആളുകൾ ഒരു മാസത്തിലധികം സമയം അവിടെ നിന്നിട്ടാണ് മടങ്ങി വരാറുള്ളത്. നിങ്ങളുടെ ഒരു യാത്രാ സമയം എന്നായിരുന്നു, എത്ര ദിവസമായിരുന്നു അവിടെ ചെലവഴിക്കാൻ പറ്റിയത്? നമ്മുടെ അതിഥിയായി തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന വിവരം അവർ തരികയും ഒരു സൗദി എംബസിയിൽ നിന്ന് നമ്മളെ വിളിച്ച് ആ വിവരം അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീടൊരു അവർ വിളിച്ചിട്ട് നിങ്ങളുടെ വിസയും ടിക്കറ്റും അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ ഇന്ന ദിവസം എംബസിയിലെത്തണം, അപ്പോഴേക്ക് നിങ്ങൾ മെഡിക്കൽ കാര്യങ്ങൾ ചെയ്യണം. മുമ്പ് ഇങ്ങനെ അതിഥികളായി പോകുന്ന ആളുകൾക്ക് മെഡിക്കൽ ആവശ്യമില്ലായിരുന്നു, നിർബന്ധമല്ല, ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഇപ്രാവശ്യം അവർ നിർബന്ധമാക്കി. പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾ മെഡിക്കൽ വരാതെ വരരുത്, കാരണം അവിടെ എമിഗ്രേഷനിൽ സൗദിയിലെത്തുമ്പോൾ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഈ അറിയിപ്പ് കിട്ടിയപ്പോൾ ഉടനെ തന്നെ നമ്മൾ മെഡിക്കൽ ചെക്കപ്പും അതുപോലെ തന്നെ അതിൻ്റെ പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ നടത്തി. അങ്ങനെ 26-ാം തീയതി ഇവിടുന്ന് ഡൽഹിക്ക് വിമാനത്തിൽ പുറപ്പെട്ടു. 27-ാം തീയതി 10 മണിക്ക് എംബസിയിലെത്താനാണ് നേരത്തെ അവരാവശ്യപ്പെട്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മുമ്പ് തന്നെ ഞാനൊരു 9:45, 50 ആയപ്പോഴേക്ക് എംബസിൻ്റെ മുമ്പിൽ വന്നു. അങ്ങനെ അവർ നമ്മൾ അതിഥികളായി യാജിന് പോകുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉടനെ തന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തി. അന്ന് അവിടെ നമ്മുടെ മുൽഹഖുദ്ദീനി ബദർ അൽ അനസി ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് രാവിലെ എത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങളിവിടെ ഉണ്ടോ? അങ്ങനെ അദ്ദേഹം ഇരുത്തി നമ്മളോടൊക്കെ കാര്യങ്ങളൊക്കെ കുശല അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി. അതിനുശേഷം ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ, എന്താണ് ഗസ്റ്റുകളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് മുൻകാലങ്ങളിൽ ഗസ്റ്റുകളായി പോയ ആളുകളൊക്കെ അവിടെ എത്തിയതിന് ശേഷം അങ്ങോട്ട് മിന്നി ഇങ്ങോട്ട് പിന്നി അവിടെ അവരുടെ ഇഷ്ടപ്രകാരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇവരുടെ നിയന്ത്രണത്തിൽ നിന്ന് തെറ്റി. പിന്നെ ചില ആൾക്കാരൊക്കെ മടങ്ങുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ചാണ് കണ്ടത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഇതിൻ്റെ ഒരു മുശരിഫീങ്ങളുണ്ടാവും, എല്ലായിടത്തും നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ഒരു അറിവോട് കൂടിയല്ലാതെ നിങ്ങൾ മൂവ് ചെയ്യരുത്, അവർക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ അവരോട് ചോദിക്കാമെന്ന് പറഞ്ഞത് ഞങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ സംഘത്തിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. ആ ഗ്രൂപ്പിൽ നല്ലൊരു മെസ്സേജ് ബദറിട്ടായിരുന്നു. ഇതുവരെ ഞങ്ങൾ അയച്ച ഗ്രൂപ്പിൽ ഏറ്റവും നല്ല ഗ്രൂപ്പ് ആഹ്സന മജ്മുഅ ഇതാണ്. കാരണം നിങ്ങളെല്ലാ ഇൽത്തിസാം, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം വളരെ ഭംഗിയായി ഇൽത്തിസാമോട് കൂടി ചെയ്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഈ ഗ്രൂപ്പാണ് ഏറ്റവും നല്ല ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ഒരു മറുപടി ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ 27-ാം തീയതി അവിടെ എത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമ്മൾ ഹജ്ജിന് പോകുന്ന ആളുകൾക്കുള്ളൊരു യാത്രയപ്പ് അംബാസിഡർ അഹമ്മദ് അൽ ഹംരി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അൽഹംദുലില്ലാ അദ്ദേഹം ഒരു അഭിസംബോധനം ചെയ്തു. പിന്നെ ബദർ സംസാരിച്ചു. പിന്നെ എനിക്ക് സംസാരിക്കാനൊരു അവസരം കിട്ടി. 2 പേരാണ് ആകെ അതിൽ ആ യാത്രയപ്പ് പരിപാടി സംസാരിച്ചത്. അതിൽ ഞാൻ സംസാരിച്ചു. അതിനുശേഷം ഹൈദരാബാദിൽ നിന്നുള്ള ഒരു റഷാദി അദ്ദേഹം സംസാരിച്ചു. ഇങ്ങനെ 2 സംസാരങ്ങളാണ് അവിടെ നടന്നത്. അതിനുശേഷം ഈ അംബാസിഡർ തന്നെ നമ്മുടെ എഹ്റാമിൻ്റെ വസ്ത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു പാക്ക് തന്നു. ഒരു ഭക്ഷണം ഉണ്ടായിരുന്നു, ചെറിയ തോതിലൊരു സ്നാക്സൊക്കെ, അത് കഴിച്ചു. അന്ന് ഞങ്ങൾ ഡൽഹിയിൽ ഏർപ്പാടാക്കി. അന്ന് എനിക്ക് ഏറ്റവും എടുത്തു പറയാവുന്നത് നമ്മുടെ പീസ് റേഡിയോയിൽ ഉണ്ടായിരുന്ന അദ്നാൻ, നമ്മളെ അരിമ്പ്ര അദ്നാൻ വലിയ സഹായം ചെയ്തത്. കാരണം ഞാൻ നേരത്തെ തന്നെ ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്നാനായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അദ്നാൻ അവിടെ എനിക്ക് വേണ്ടി ഒരു റൂമൊക്കെ ബുക്ക് ചെയ്തു.
അങ്ങനെ അവിടെ എത്തിയപ്പോൾ പിന്നെ ഞാൻ അതിനാൻ്റെ അടുത്ത് എത്തി, അതിനാൻ ആ ഹോട്ടലിൽ കൊണ്ടുപോയി. പിന്നെ പോരുമ്പോഴൊക്കെ ഇപ്പം യൂബർ ടാക്സി വളരെ ഒരു സൗകര്യമുള്ളതാണ്, എല്ലാവരും അത് ആലോചിക്കുന്നത് നല്ലതാണ്. യൂബറിൻ്റെ ഒരു ആപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എവിടേക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിലും വളരെ സുരക്ഷിതമായി യാത്ര ചെയ്യുക. കാരണം ഡ്രൈവറുടെ നമ്പർ, ഫോണ്, എല്ലാ കാര്യങ്ങളും ഇത് വിസിബിളാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ചാർജ് വരെ തർക്കിക്കേണ്ട കാര്യമില്ല. നമ്മൾ അടിക്കുമ്പോൾ അതിലാണ് ചാർജ് വരും, ആ ചാർജാണ് കൊടുത്താൽ മതി. എല്ലാം 100 രൂപ അധികം തരണം, 10 രൂപ, അങ്ങനത്തെ യാതൊരു വിലപേശേണ്ട കാര്യമില്ല. അപ്പം അൽഹംദുലില്ലാ ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അങ്ങനെ ഞങ്ങളവിടെ താമസിച്ച് പിറ്റേന്ന് 28-ാം തീയതി ഞങ്ങളോട് രാവിലെ ഈ ഫ്ലൈറ്റിൻ്റെ സമയം കണക്കാക്കി ഒരു 2-3 മണിക്കൂർ നേരത്തെ അവിടെ എത്താൻ വേണ്ടി പറഞ്ഞിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങളൊക്കെ എത്തി. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ റൂമിൽ നിന്ന് തന്നെ ഒക്കെ കുളിച്ച് റെഡിയായിരുന്നു. പക്ഷേ വസ്ത്രം മാറ്റിയത് എയർപോർട്ടിൽ വെച്ചിട്ടാണ്. എയർപോർട്ടിൻ്റെ പള്ളി നല്ല സൗകര്യമുള്ള സ്ഥലമാണ്, അവിടെ ആരാധനക്കുള്ള സൗകര്യമുണ്ട്. ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ആ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ സൗദി എയർലൈൻസിൻ്റെ ആ ഭാഗത്ത് ടെർമിനൽ 1 നമ്മൾ അവിടെ മസ്ജിദിൽ പോയി നമ്മൾ ഇഹ്റാമിലേക്ക് മാറ്റി. അങ്ങനെ എല്ലാവരും അൽഹംദുലില്ലാ വിമാനം കയറി, സമയമായപ്പോൾ വിമാനം കയറി പോയി അൽഹംദുലില്ലാ. ഇപ്രാവശ്യം മറ്റേ ഇന്ത്യയിൽ നിന്ന് ഈ തവണ എണ്ണം കുറവാണ്, 30 പേർക്കാണ് ആകെ അവസരം കിട്ടിയത്. അതിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിൽ 50 പേര് പോയിരുന്നു. ഈ പോകുന്ന ആളുകളിൽ ടോട്ടൽ മൊത്തം ലോകത്തുനിന്ന് എത്ര ആളുകളാണ്? മൊത്തം ലോകത്തുനിന്ന് ഇങ്ങനെയുള്ള അതിഥികളായി എത്തുന്നത് ഒരു 1200 പേരോളം ഉണ്ടാവുന്നതാണ് ഏകദേശം ഒരു കണക്ക് മനസ്സിലാക്കിയെടുത്തോളം. 103 രാജ്യങ്ങളിലെ ആളുകളുണ്ട്. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന രാജാവിൻ്റെ അതിഥികളായി തിരഞ്ഞെടുക്കപ്പെട്ട 103 രാജ്യങ്ങളിലെ ആളുകളുണ്ട്. കുറേ പേരൊക്കെ നമ്മൾ താമസ സ്ഥലത്ത് പിന്നെ ക്യാൻറ്റീനിലും ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തും പള്ളിയിലും ഈ 2 സ്ഥലത്താണ് കാര്യമായ ആളുകളെ നമുക്ക് മീറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം. മറ്റൊക്കെ നമുക്ക് നിശ്ചയിക്കപ്പെട്ട റൂമിൽ ഒരു 5-10 ആളുകളെ ഉണ്ടാവുള്ളൂ, ഹൈമേലൊക്കെ. അപ്പം അൽഹംദുലില്ലാ അവിടെ വളരെയധികം ലിബിയയിൽ നിന്നുള്ള ആളുകളുണ്ട്, അൾജീരിയയിൽ നിന്നുള്ള ആളുകളുണ്ട്, തൂനിസിൽ നിന്നുള്ള ആളുകളുണ്ട്, ഈജിപ്തിൽ നിന്നുള്ള ആളുകളുണ്ട്, അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉണ്ട്, പാകിസ്ഥാനിൽ നിന്നുണ്ട്, ഇന്ത്യയിൽ നിന്നുണ്ട്, യൂറോപ്യൻ കൺട്രീസിൽ നിന്നുണ്ട്, പിന്നെ അതുപോലെ റഷ്യൻ പ്രവിശ്യകളായിരുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ ആളുകളുണ്ട്. കേരളത്തിൽ നിന്ന് ഞങ്ങൾ 4 പേരാണ് ഉണ്ടായിരുന്നത്. പിന്നെ മലയാളികളായിട്ട് ഞാനും മറ്റേ ഉനൈസ് പാപ്പിനിശ്ശേരിയും അതുപോലെ തന്നെ സാദിഖ് അലി തങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും, ഇങ്ങനെ 4 പേരാണ് മലയാളികളുണ്ടായിരുന്നത്. പിന്നെ കർണാടകയിൽ നിന്ന് ആളുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് ആരുമില്ല, അത് ആന്ധ്രാപ്രദേശിൽ നിന്നുണ്ട്, ബോംബെയിൽ നിന്നുണ്ട്, ഡൽഹിയിൽ നിന്നുണ്ട്, മഹാരാഷ്ട്രയിൽ നിന്നുണ്ട്. അങ്ങനെ 30 ആൾക്കാണ് അവസരം കിട്ടിയതെങ്കിലും അതിൽ ഒരാൾക്ക് പാസ്പോർട്ട് പ്രശ്നം കാരണം വിസ അടിക്കാൻ പ്രയാസപ്പെട്ടു. അതുകൊണ്ട് 29 ആളാണ് തവണ പോയത്. അതിഥികളായപ്പോൾ സ്ത്രീകളും യാത്രയിൽ ഈ യാത്രയിൽ 4 സ്ത്രീകളുണ്ടായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൽ, ഇന്ത്യയിൽ നിന്ന് പോയത്. അത് 4 പേരിൽ ഒരാൾ നമ്മളെ മുഫ്ലിഹാത്ത് എന്ന ജാമ്യ, ഹൈദരാബാദിലുള്ള ആ ജാമ്യൻ്റെ പിന്നെ പ്രധാനിയായിട്ടുള്ള ഒരു ഷെരീഫ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. നമ്മുടെ സാദിഖ് അലി തങ്ങളുടെ ഭാര്യ ഉണ്ടായിരുന്നു. അതുപോലെ എംബസിയിലുള്ളൊരു ഉദ്യോഗസ്ഥൻ നൂറുൽ ഹുദ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഒരു സഹോദരൻ്റെയും ഭാര്യനെ കണ്ടു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് അപ്പോൾ അതും അങ്ങനെയുള്ള സൗകര്യം. അപ്പോൾ ഞാൻ അവിടെ നമ്മൾ ചെന്നപ്പോൾ അതിഥികളായി നമ്മളവിടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തും ഒക്കെ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ധാരാളം സ്ത്രീകളുണ്ട്. സ്ത്രീകളെയും അവരിങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വലിയ ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ, അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകൻ, അതല്ലെങ്കിൽ മതപ്രബോധന രംഗത്ത് അറിയപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ്, അതുപോലെ പിന്നെ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ ജാമിയ മില്ലിയ എന്നൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അതേപ്രകാരം ഡൽഹിയിലെ 2 പ്രധാനപ്പെട്ട ലീഡിംഗ് പത്രത്തിൻ്റെ പ്രതിനിധികളുണ്ടായിരുന്നു. സാമൂഹിക പ്രവർത്തനത്തിൽ അറിയപ്പെട്ട ആളുകളുണ്ടായിരുന്നു. മതരംഗത്ത് അറിയപ്പെട്ട സ്ഥാപനങ്ങളുടെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡം ഇങ്ങനെയൊക്കെയാണ്. നേരത്തെ തന്നെ ഇത്തരം സംഘടനകളും പത്രങ്ങളും സംവിധാനങ്ങളൊക്കെ ആയിട്ട് സൗദി ഗവൺമെൻറ് അവരുടെ എംബസികൾ മുഖേന ബന്ധപ്പെടുന്നുണ്ടാവണം. അതാണ് ഈ തെരഞ്ഞെടുപ്പിന് അവർ ഉപയോഗിക്കുന്ന മാനദണ്ഡം എന്ന് എനിക്ക് മനസ്സിലായത്. ഈ രാജാവിൻ്റെ അതിഥികളായി പോകുന്ന ആളുകൾക്ക് ബാക്കിയുള്ള ഹാജിമാരിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേകമായ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ടോ അവിടെ? സൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ താമസം, സാധാരണ ഹാജിമാർക്ക് പിന്നെ ഉള്ള ടെൻറ്റുകളും കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉഷാറ് തന്നെയാണ്. അതൊക്കെ വലിയൊരു ഇതൊന്നും പറയാൻ പറ്റില്ല, എല്ലാം നല്ല സൗകര്യം തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെട്ട് താമസ സ്ഥലം, അത് പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരുക്കുന്ന ഭക്ഷണം, അതുപോലെ തന്നെ നമ്മൾ പിന്നെ മക്കത്ത് ചെന്നാൽ താമസിക്കുന്ന ഹോട്ടൽ, അതൊക്കെ ഒരു
സ്റ്റാർ സ്വഭാവത്തിലുള്ള നല്ല ഹോട്ടലുകളാണ്. അപ്പോൾ മദീനത്ത് ചെന്നിട്ടും നല്ല ഒരു ഹോട്ടലിലാണ് താമസിച്ചത്. മക്കത്താണെങ്കിൽ ഹോൾഡൈൻ എന്ന ഹോട്ടലിലായിരുന്നു. മറ്റിടത്ത് സംസം പിന്നെ പുൾമാൻ എന്ന് പറയുന്ന ഒരു സ്റ്റാർ ഹോട്ടലിലായിരുന്നു മദീനത്ത്. പിന്നെ ടെൻറ്റുകളിലൊക്കെ തന്നെ സൗകര്യങ്ങളുണ്ട്. പിന്നെ പെട്ടെന്ന് നമുക്ക് പിന്നെ മിനായിലൊക്കെ നമസ്കരിക്കാനുള്ള സൗകര്യത്തിനൊക്കെ നല്ല നല്ല സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂടെ പണ്ഡിതന്മാരായ 4-5 ആളുകളുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാന മുർഷിദായിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ സാലിഹ് സുഹൈമിയായിരുന്നു. അദ്ദേഹം മദീനയിലെ പ്രധാനപ്പെട്ട മുഫ്തിയാണ്, അറിയപ്പെട്ട ആളാണ്, എല്ലാവർക്കും അറിയാം. അന്ധനാണ്, എന്നാൽ തന്നെ വിജ്ഞാനത്തിൻ്റെ ഒരു ഭണ്ഡാരമാണ് അദ്ദേഹം. ഏത് കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും പെട്ടെന്ന് മറുപടി പറയാൻ. അപ്പോൾ അദ്ദേഹം ഓരോ വക്ത് നമസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ ഉള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ആ ക്ലാസ്സുകൾ കേൾക്കുക. അതുപോലെ തന്നെ പിന്നെ ഒരു മദീന യൂണിവേഴ്സിറ്റിയിലെ അഖീദ വിഭാഗത്തിൽ ശരിയ വിഭാഗത്തിൽ പ്രൊഫസറായിരുന്ന ഒരു ദക്തുർ വലീദ് അബു ഖാലിദ് അദ്ദേഹം ഉണ്ടായിരുന്നു. അതുപോലെ 3-4 പിന്നെ പണ്ഡിതന്മാരെപ്പോഴും ഈ അതിഥി സംഘത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാനും അവർക്ക് മതപരമായ ഉപദേശങ്ങൾ കൊടുക്കാനൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇതിനുണ്ട് പിന്നെ അതേപ്രകാരം തന്നെ എല്ലാ സമയത്തും. പിന്നെ നമുക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹാജിമാർക്ക് ഒരു പ്രത്യേക സമയമാകുമ്പോൾ ബസ്സുകളൊക്കെ നിർത്തും. കാരണം അവിടെ തിരക്ക്, ഹറമിൽ തിരക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി. എന്നാൽ ഈ അതിഥികൾക്ക് ഏത് സമയത്തും എല്ലാ സമയത്തും ബസ് കിട്ടും. ഞങ്ങൾക്ക് പിന്നെ ഒരു ഹോട്ടലിൽ നിന്നാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് വ്യത്യാസത്തിൽ നമുക്ക് ഹറമിലേക്ക് ബസ് കിട്ടും. എന്നാൽ പിന്നെ അവിടെ പോയി ഇറങ്ങാം. നമുക്ക് വക്തുകൾ, ഞാൻ എല്ലാ വക്തിലും അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പോവുക, വക്ത് നിസ്കരിക്കുക, നമുക്ക് അവിടെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കുക, അടുത്ത വക്തും കൂടി കഴിഞ്ഞിട്ട് പോരാ. അതല്ല പിന്നെ മടങ്ങണം എന്നുണ്ടെങ്കിൽ മടങ്ങാം. വലിയ ദൂരമൊന്നുമില്ല, 10 മിനിറ്റ് കൊണ്ട് 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ ട്രാഫിക് ഉണ്ടെങ്കിൽ പോലും ഹോട്ടലിലെത്തും, തിരിച്ചു വരാൻ പറ്റും. അതൊരു വലിയ സൗകര്യമാണ് അതിഥികൾക്കായിട്ട് അവർ ചെയ്യുന്നത്. ഈ അതിഥികളായി വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇങ്ങനെ മത നേതൃത്വമോ അല്ലെങ്കിൽ ജാമ്യകളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ അങ്ങനത്തെ ആളുകൾക്ക് പുറമെ സാധാരണക്കാരായ ആളുകളെയും ഇതുപോലെ സൗദി ഭരണകൂടം സൗജന്യമായി തന്നെ ഹജ്ജിന് വേണ്ടി കൊണ്ടുവരുന്ന സംവിധാനമില്ലേ? അതുണ്ട്. അത് പിന്നെ ഈ കോമൺ അതിഥികളിൽ അവർ പെടില്ല. കോമൺ അതിഥികൾ എന്തെങ്കിലും ചില സംവിധാനങ്ങളിലൂടെ അവർ സമൂഹത്തിലെ ഒരു നേതൃ സ്വഭാവമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനത്തുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ സാധാരണക്കാരെന്ന നിലക്ക് അവർ കൊണ്ടുവന്നത് ഫലസ്തീനികളെയാണ്. 1300ഓളം ഫലസ്തീനികളെ അവരിപ്രാവശ്യം അതിഥികളായി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ഞങ്ങളെപ്പോലെയുള്ള നല്ല സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കുന്നു, നല്ല ഹൈമയിൽ താമസിക്കുന്നു. പിന്നെ അവർക്ക് പ്രത്യേകമായ എല്ലാ സംവിധാനങ്ങളുമുണ്ട്. നമുക്കുള്ള എല്ലാ ഒരു സൗകര്യങ്ങളും അവർക്കുണ്ട്. പക്ഷേ അവരെ ഇവരുമായിട്ട് മിങ്കിൾ ചെയ്യിച്ചിട്ടില്ല. അവർ തൊട്ടടുത്തുള്ള ഒരു സൗകര്യത്തിൽ അവർ താമസിക്കുന്നു എന്ന് മാത്രം. എല്ലാ സൗകര്യങ്ങളും അവർക്ക് ചെയ്തിട്ടുണ്ട്. അവരങ്ങേയറ്റം വളരെ ആ ദയാവായ്പോട് കൂടി തന്നെയാണ് അവരുടെ ഇപ്പോഴത്തെ ആ ഗ്രീവൻസസ്, അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർക്ക് എല്ലാ സൗകര്യവും സർക്കാർ ചെയ്യുന്നത്. അപ്പം അതിൽ നിന്ന് ഞാൻ കുറേ ആളുകളെ പരിചയപ്പെട്ടു. അതിലൊരു സർജൻ, അങ്ങനെ ഒരു വലിയ ഡോക്ടറായിട്ട് ഫലസ്തീനിൽ വലിയൊരു ഹോസ്പിറ്റലിൽ സർജനായി പ്രവർത്തിച്ച ഒരാളുണ്ടായിരുന്നു. അതേപ്രകാരം തന്നെ ഒരു സാധാരണക്കാരനായി സാധാരണ ജോലിയിലെടുക്കുന്ന ഒരാളതിലുണ്ട്. പിന്നെ ധാരാളം സ്ത്രീകളുണ്ട്, ആൺകുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട് അവർ കൊണ്ടുവന്നതിൽ. അപ്പോൾ ഒക്കെ ഒരു നല്ല അതിൽ മുഴുവൻ തിരഞ്ഞെടുത്ത മാനദണ്ഡം എന്താണെന്ന് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ അവരവിടെ ചെന്നിട്ട് തിരഞ്ഞെടുത്തതാവാം, അതല്ലെങ്കിൽ അവർ ഏതെങ്കിലും മറ്റ് തൊട്ടടുത്ത അയൽ രാജ്യങ്ങളിലെ സംവിധാനങ്ങളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവരാകാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതായിട്ട് ധാരാളം ഉണ്ട് ഫലസ്തീനികളായിട്ടുള്ള ആളുകൾ. അല്ലാതെ ഈ അതിഥികളായി വരുന്ന കോമൺ അതിഥികളുണ്ടല്ലോ, ആ ലൊയൂഫുൽ ആമായ ലൊയൂഫുകളുടെ ഇടയിൽ അങ്ങനെ സാധാരണക്കാരുണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി വേണം പ്രത്യേകം. ഈ ഫലസ്തീനിൽ നിന്നുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു മാനസികമായ സംഘർഷത്തിൽ നിന്ന്, അവരനുഭവിക്കുന്ന പീഡനത്തിൽ നിന്ന് ഒരു ചെറിയൊരു ആശ്വാസമാണ്. ഒരു രാജ്യത്തിന് തന്നെ നൽകുന്ന ഒരു വലിയൊരു ആശ്വാസമാണ്, നമുക്ക് വലിയൊരു ഇക്രാമാണ്. കാരണം അവർക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പ്രത്യേകം നമ്മൾ ഗസൻ്റെ സംഭവം എടുക്കുക, അവിടെ എന്നും നൂറുകണക്കിന് ആളുകൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇത്രയും അധികം ഒരു മനുഷ്യൻ എന്ന് തന്നെ പറയാൻ പറ്റാത്ത, അതായത് മനുഷ്യനായാൽ ഒരു മനുഷ്യൻ്റെ ഒരു സ്വഭാവം ഉണ്ടാവുമല്ലോ, അതുപോലുമില്ല, മൃഗത്തേക്കാൾ അധപ്പതിച്ച രൂപത്തിലുള്ള ക്രൂരതകളാണ് ഈ നെതന്യാഹുയുടെ സർക്കാരും ജൂതന്മാരും അവിടുത്തെ മുസ്ലിങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിന് ഒരാശ്വാസം നിലയ്ക്ക് അവരിൽ നിന്ന് കുറച്ച് ആളുകളെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരികയും
അവർക്കെല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന പറഞ്ഞാൽ വലിയൊരു സേവനം തന്നെയാണ്, ഈ യാതൊരു സംശയമില്ല. ഫലസ്തീനികൾക്ക് വേണ്ടി പ്രത്യേകം അറഫ പ്രഭാഷണത്തിലും പ്രാർത്ഥനയുണ്ടായിരുന്നു. അതെ, അർപ്പ പ്രാർത്ഥന ഉണ്ടായിരുന്നു, നമ്മുടെ സാധാരണ ക്ലാസ്സുകളിലുണ്ടായിരുന്നു. അത് വളരെ ഇതായിട്ട് തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല, അങ്ങനെ ക്ലാസ്സുകളിലൊക്കെ തന്നെ അവർക്ക് വേണ്ടി നമ്മളോടൊക്കെ എല്ലാ ഹാജിമാരായ ആളുകളോടും പലസ്തീനു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആഹ്വാനങ്ങൾ വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുവൈത്തിൽ കുറേ കാലം ജോലി ചെയ്തു. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഒരുപക്ഷെ അവസരം ലഭിച്ചിട്ടുണ്ടാവും. മറ്റു രാജ്യങ്ങളിൽ നിന്ന് സൗദി അറേബ്യക്ക് കണ്ട ഒരു സവിശേഷത എന്തായിരിക്കും? സൗദി ഗവൺമെൻറ് എന്ന നിലക്ക് നമ്മളിപ്പം ലോകത്ത് പല രാജ്യങ്ങളെടുത്താൽ അതിലൊക്കെ നല്ല നല്ല കാര്യങ്ങൾ കുറേ നടക്കുന്നുണ്ട്, അതേസമയം ഒരുപാട് ശിർക്കും വിദഗ്ധകളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഈ രാജ്യം എന്ന നിലയ്ക്ക് നമ്മളെടുത്താൽ അത് ദൗലത്തു തൗഹീദ്, തൗഹീദിൻ്റെ രാജ്യമാണ്. ഷിർക്കിൻ്റെ യാതൊരു അടയാളങ്ങളും അവിടെ ഇല്ല, കെട്ടിപ്പൊക്കിയ ഒരു കബർ പോലും ഇല്ല. അങ്ങനെ ഞാൻ ബഖീയിൽ പോയിരുന്നു, മക്കബറയിൽ. ഒരാൾ പോലും തിരിച്ചറിയില്ല, ഒരുപാട് കബറുകളുണ്ട്, കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന. വെറും ഒരു ആ ഷറയിൽ എന്താണോ പറഞ്ഞത്, ഹദീസിൽ എന്താണോ പറഞ്ഞത്, അതേ രൂപത്തിൽ കീപ്പ് ചെയ്തിട്ടുള്ള കബറുകളല്ലാതെ ഒരു കാര്യവും അവിടെ പ്രത്യേകമായി ആരുടേതും അടയാളപ്പെട്ടില്ല. രാജാവിൻ്റെ കബറുകളാകട്ടെ, മന്ത്രിൻ്റെ കബറുകളാകട്ടെ, അമീറിൻ്റെ കബറുകളാകട്ടെ ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല, സാധാരണ തരത്തിലാണ്. അപ്പോൾ അവിടെ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട്, തായിഫിൻ്റെ ആ ഭാഗത്തേതൊരു മരം ആളുകൾ ഇങ്ങനെ ചെന്ന് അതിലെന്തോ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും അത് അറിഞ്ഞപ്പോൾ ആളുകൾ പോയി മുറിച്ച് മാറ്റി അത് തുടച്ചതിൻ്റെ വേരുകൾ വരെ പിഴുതെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ദാത്ത് അമ്പാത്ത് ആ സംഭവത്തിൽ പറഞ്ഞതുപോലെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒന്നുമില്ല. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഈ മക്കാം ഇബ്രാഹിമിൻ്റെ അവിടെയും സിയാറക്ക് നമ്മൾ നബിയോട് സലാം പറയാൻ വേണ്ടി പോകുന്ന സ്ഥലത്തൊക്കെ ഏതെങ്കിലും ആൾക്കാർ ഇങ്ങനത്തെ എന്തെങ്കിലും ചില കാട്ടിക്കൂട്ടൽ നടത്താൻ വിചാരിച്ചാൽ എനിക്ക് സാധ്യമല്ല അവർക്ക് അവിടെ. കാരണം ഉടനെ തന്നെ അവിടെ മതപരമായി പഠിച്ച ആളുകൾ അതിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവർ ഉപദേശിക്കും ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ നമ്മുടെ തൗഹീദിനെതിരാണ് എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ എല്ലാ ഉപദേശങ്ങളും അവിടെ പിന്നെ നൽകാൻ ആളുകളുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ അത് നമുക്ക് ഒരു മുസ്ലിം എന്നുള്ളതൊക്കെ വലിയൊരു റാഹത്താണ്. ഇപ്പോൾ വ്യത്യസ്ത നാടുകളിലെ കുറേ ആളുകളുമായി സംസാരിക്കാനും അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കാനൊക്കെ ഇപ്പോൾ അറബി ഭാഷ വശമുള്ള ഒരാൾ എന്നുള്ളവർക്ക് അതിന് കുറച്ച് മറ്റുള്ള ആളുകളെക്കാൾ കുറച്ച് കൂടുതൽ സൗകര്യം ലഭിച്ചിട്ടുണ്ടാവും. അൽഹംദുലില്ലാ അത് ആ കാര്യം ഒരു പ്രത്യേക ഒരു അനുഗ്രഹം തന്നെയാണ്. നഷ്കുറുല്ലാഹ വനഹ്മദുഹു. കാരണം നമ്മൾ പിന്നെ ഇപ്പോൾ ഞാൻ ഈ ലിബിയയിൽ നിന്നുള്ള ഒരാളെ ഞാൻ പരിചയപ്പെട്ടു. അയാളവിടെ ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാണ് അയാൾ. പക്ഷേ കണ്ടാൽ തോന്നില്ല, കാരണം അയാൾ നല്ല തലപ്പാവും ഒരു തലയെക്കെട്ടും ഒരു കുപ്പായവും പിന്നെ ഒരു ഇതൊക്കെ ധരിച്ചിട്ടുള്ള ഒരു പിന്നെ ആളാണ്. അപ്പോൾ ഞാനയാളോട് ചോദിച്ചു, നിങ്ങൾ പിന്നെ എന്താണ് ഇത്? ഞാൻ പറഞ്ഞ അജിന് വന്നതാണ്. അയാൾ ഈ അതിഥിയായിട്ടൊന്നും വന്നതല്ല, ഞാൻ ഹറമെന്ന് പരിചയപ്പെട്ടാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ കുറച്ച് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇപ്പോഴത്തെ ലിബിയൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പിന്നെ ഗോത്രങ്ങൾ തമ്മിലുള്ള വഴക്കുകളും യുദ്ധങ്ങളുമാണ്. ഒരു പ്രദേശത്ത് കുഴപ്പം കുറേ കാലത്തേക്ക് നീണ്ടു നിൽക്കും, അതങ്ങ് അടങ്ങുമ്പോഴേക്ക് വേറെ സ്ഥലത്ത് ആരംഭിക്കും. അങ്ങനെ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള സംഘടനം നന്നായി നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ബഅദൽ ഖദ്ദാഫി ഔ ഖബലൽ ഖദ്ദാഫി ഏതങ്ങൾക്ക് നന്നായി തോന്നുന്നത്? അപ്പോൾ അയാൾ പറയുന്നത് പിന്നെ ഖബലൽ ഖദ്ദാഫി മരിക്കുന്നതിന് മുമ്പുള്ള കാലത്തെ ലിബിയയാണ് സമാധാനം. അത് അയാൾ പേടിപ്പിച്ച് നിർത്തിയൊന്നുണ്ടായിരിക്കാം, എന്നാലും ഇത്രയധികം രക്തച്ചൊരിച്ചിലൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. എന്നാൽ അതേപോലെ തന്നെ ലിബിയക്കാരെ ഞാൻ എൻ്റെ ഗസ്റ്റുകളായി രാജാവ് കൊണ്ടുവന്ന ആളുകളുണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അയാൾ പറഞ്ഞത് ശരിയല്ല, കുറച്ചൊക്കെ ചെറിയ കുഴപ്പങ്ങളുണ്ടാകും, എന്നാലും ഞങ്ങളൊക്കെ സമാധാനത്തിൻ്റെ സ്ഥലത്താണ്, വല്ല ഐശ്വര്യമാണ്, ആരോടും ഇപ്പോൾ അങ്ങനത്തെ അനീതികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് അങ്ങനെ പറഞ്ഞത് നമുക്കറിയില്ല എന്നൊക്കെ ഈ ഒരു സംശയം പറഞ്ഞു. പിന്നെ അൾജീരിയയിൽ നിന്ന് ഒരുപാട് ആളുണ്ട്. നമ്മുടെ അവിടെ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി ഇന്ത്യയിൽ വന്ന ഒരാൾ ദക്തൂർ ഇദ്രീസ്, അദ്ദേഹത്തെ പരിചയപ്പെട്ടു. ബസ്സിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഹറമിലേക്ക് പോകുമ്പോൾ സംസാരിച്ചു. പിന്നെ ഒരുപാട് നേരെ അദ്ദേഹത്തുമായി സംഭാഷണം. അപ്പോൾ അയാൾ മദ്രാസിൽ വന്നിട്ടുണ്ട്. മദ്രാസിൽ എന്ന് പറഞ്ഞാൽ അവർക്കിങ്ങനെ ഈ ഗവൺമെൻറ് കെയർ ഓഫിൽ തന്നെ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ അയാൾ ചെന്നൈയിൽ നിന്ന് തന്നെ അയാൾ പറയുന്നത്, ചെന്നൈയിൽ നിന്ന് വന്നു, അവിടെ കടലിൽ കപ്പൽ നിർത്തി ഞങ്ങൾ കരയിലേക്ക് വരും. അങ്ങനെ ചില സാംസ്കാരിക പരിപാടികളിലും വിദ്യാഭ്യാസ പരിപാടികൾക്ക് പങ്കെടുക്കും. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ഒരു തവണ അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ കേരളത്തിൽ പറഞ്ഞു കൊച്ചി തുറമുഖത്തേക്ക് വന്നോളൂ, അവിടെ നിങ്ങൾ എഴുതി കൊടുക്കി,
നിങ്ങളുടെ അടുത്ത ഷെഡ്യൂളിലായിട്ട് അപ്പോൾ വന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജാമിയൽ ഹിന്ദ് അൽ ഇസ്ലാമിയ കാണാം. വളരെ നല്ല നിലയ്ക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന വളരെ പ്രശസ്തനീയമായി നടക്കുന്ന ആൺകുട്ടികളുടെ ജാമ്യ, പെൺകുട്ടികളുടെ ജാമ്യ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊക്കെ വിവരണങ്ങൾ കൊടുത്തു അദ്ദേഹത്തിന്. അപ്പോൾ അയാൾ വളരെ പ്രായമുള്ള ആളാണ്, 70-75 വയസ്സായ ആളാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ വിദ്യാഭ്യാസം അയാൾ പിന്നീട് അറിയാൻ സാധിച്ചു, അയാൾ എന്നോട് പറഞ്ഞില്ല, പിന്നീട് അറിയാൻ സാധിച്ചു അയാൾ അടുത്ത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അൾജീരിയയിലെ വസീർ താലീം ആയിരുന്നു അദ്ദേഹം എന്ന് പിന്നീട് അറിയാൻ സാധിച്ചു. ഓക്കെ, പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരുപാട് വിവരങ്ങൾ, അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തൽക്കാലം സമാപിക്കുകയാണ്. ബഹുമാനനായ PN അബ്ദുൽ ലത്തീഫ് മദനി നമുക്ക് നിർദ്ദേശങ്ങൾ നൽകി, അനുഭവങ്ങൾ പങ്കുവച്ചു. തീർച്ചയായും ഇത്തരം അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ ഹജ്ജിനു പോകാനുള്ള ഒരു താല്പര്യം മനസ്സിൽ തോന്നും, അവിടുത്തെ കർമ്മങ്ങളിൽ ഇടപെടാനും. ഇനി ലോകത്തെ എങ്ങനെ നമ്മൾ നോക്കിക്കാണണം, ഓരോ രാജ്യക്കാരുമായി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പങ്കുവെക്കണം എന്നതിലേക്കൊക്കെയുള്ള സൂചനകൾ തീർച്ചയായും നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും. അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.